ഇൻസർക്കിൾ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണത്തിന്റെ അന്തർവൃത്തം. നമ്മൾ സാധാരണ ഒരു ട്രയാങ്കിളിന്റെ ഇൻസർക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ അവിടെ ഒരു റിസൾട്ട് പഠിച്ചിരുന്നു. ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിളിനെ ഹാഫ് ഓഫ് പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ഇൻസർക്കിളിന്റെ റേഡിയസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ട്രയാങ്കിളിന്റെ 3 സൈഡുകളാണുള്ളത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് ആ ലെങ്തിനെ എച്ച് എന്ന് സൂചിപ്പിക്കാം. അതേപോലെ ബേസ്, പാദം, അതിന് ബി എന്നും, ഓൾട്ടിറ്റ്യൂഡ്, ലംബത്തിന് എ എന്നും ലെറ്റർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ, ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ കേന്ദ്രത്തിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കുള്ള പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയാം. അതിനെ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ കേന്ദ്രത്തിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കും നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്താൽ അതും 6 തന്നെയാണ്, അതും റേഡിയസ് തന്നെയാണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. വൈ? ബിക്കോസ് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ഈസ് 90 ഡിഗ്രി. ഇവിടെയും 90 ഡിഗ്രി. 4 ആംഗിൾസും 90 ഡിഗ്രി വീതമാണ്. 2 അഡ്ജസന്റ് സൈഡിന്റെ ലെങ്ത് സെയിം ആണെങ്കിൽ ഈ 2 സൈഡിന്റെ ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? ആർ എന്നത് ആയിരിക്കും. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ടാൻജന്റിലേക്കുള്ള ദൂരം, ഒരു വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻസർക്കിൾ റേഡിയസിന് ഈക്വൽ ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. സോ ഇത് ആർ ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്നുള്ള ടാൻജന്റ് ലെങ്ത് എന്തായിരിക്കും? എ മൈനസ് ആർ. ഇത് നമ്മൾ 6, ഇതും 6. സോ ഇത് ടോട്ടൽ എ ആണ്. സോ ഇത്രയും എ മൈനസ് ആർ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? എ മൈനസ് ആർ ആണ്. ഇവിടം വരെ ഇത് ടോട്ടൽ ബി ആണ്. സോ ഇത്രയും ബി മൈനസ് ആർ, ഇതും ബി മൈനസ് ആർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ മൈനസ് ആർ പ്ലസ് ബി മൈനസ് ആർ ആണ്. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, കർണത്തിന്റെ നീളം എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് ആർ ഇസ് മൈനസ് 2r ആണ്. ഇവിടെ നിന്ന് നമുക്ക് r കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ മൈനസ് 2rനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. സോ അത് പ്ലസ് 2r ആവും. എച്ചിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ എ പ്ലസ് ബി മൈനസ് എച്ച് എന്നാവും. അങ്ങനെയാണെങ്കിൽ ആർ എന്താണ്? എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2. സോ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ് കാണാൻ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. ആർ എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2. എന്താണ് എയും ബിയും? ലംബവശങ്ങളാണ്, പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. സോ എ പ്ലസ് ബി മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങളുടെ തുക മൈനസ് ഹൈപ്പോട്ടന്യൂസ്, കർണം ബൈ 2 ആണ് ഇൻസർക്കിൾ റേഡിയസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. എന്നാൽ ഒരു വേർട്ടെക്സിൽ നിന്ന്, ഈ 90 ഡിഗ്രി ഫോം ചെയ്യുന്ന ആംഗിളിൽ നിന്നുള്ള ആ വേർട്ടെക്സിൽ നിന്നുള്ള ടാൻജന്റിന്റെ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് റേഡിയസ്. ഇൻസർക്കിൾ റേഡിയസും ആ 90 ഡിഗ്രി ഫോം ചെയ്യുന്ന വേർട്ടെക്സിൽ നിന്നുള്ള ടാൻജന്റിന്റെ ലെങ്ത്തും സെയിമും ആണ്. അപ്പൊ നമുക്ക് ഈ ഫോർമുല പഠിക്കാം. 3 സൈഡ്, റൈറ്റ് ട്രയാങ്കിളിന്റെ 3 സൈഡും അറിയാമെങ്കിൽ അതിന്റെ ഇൻസർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ് എന്ന ഫോർമുലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്ത് കണ്ടാൽ മതി? പെർപെൻഡിക്കുലർ സൈഡ് കൂട്ടുക, അതിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് കുറയ്ക്കുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു റിസൾട്ടായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഇൻസർക്കിൾ റേഡിയസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു sum of perpendicular sides minus hypotenuse divided by 2.
മട്ടത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് ലംബവശങ്ങളുടെ തുക മൈനസ് കർണം ഡിവൈഡഡ് ബൈ 2 ആണ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4 പേജ് നമ്പർ 185. What is the radius of the incircle of a right triangle having perpendicular sides of length 5 cm and 12 cm? ലംബവശങ്ങൾ 5 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററുമായ മട്ടത്രികോണത്തിന്റെ ആരം കണക്കാക്കുക. അപ്പൊ നമുക്ക് ഒരു റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ഇൻസർക്കിൾ ഉണ്ട്, അന്തർവൃത്തത്തിന്റെ ആരമാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് ആണ്, ലംബവശങ്ങളുടെ നീളമാണ്. ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന 5 സെന്റിമീറ്റർ ആണ്, മറ്റേത് തന്നിരിക്കുന്ന 12 സെന്റിമീറ്റർ. അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ 12ഉം ഇവിടെ 5ഉം എഴുതാം. നമുക്കപ്പം ഇൻസർക്കിൾ റേഡിയസ് കാണണമെങ്കിൽ, ആർ കാണണമെങ്കിൽ, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? a+b - h/2. a+b എന്ന് പറഞ്ഞാൽ ലംബവശങ്ങൾ, എ ഇത് ബി. അപ്പോൾ എച്ച് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏതെങ്കിലും 2 സൈഡുകൾ അറിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന്. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഹൈപ്പോട്ടന്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ബൈ പൈതഗോറസ് തിയറം എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. പാദം എത്രയാണ്? 5 ആണ് നമ്മൾ എടുത്തത്. സോ 5 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്, ലംബം എത്രയാണ്? 12 ആണ് നമ്മൾ എടുത്തത്. സോ 12 സ്ക്വയർ എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിന് നമ്മൾ എച്ച് എന്ന ലെറ്റർ ഉപയോഗിക്കാം. 5 സ്ക്വയർ 25 ആണ്, 12 സ്ക്വയർ 144 ആണ്. അതാണ് എച്ച് സ്ക്വയർ. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് എച്ച് സ്ക്വയർ. 25 144 കൂട്ടിയാൽ 169, അതാണ് എച്ച് സ്ക്വയർ. എച്ച് സ്ക്വയർ 169 ആണെങ്കിൽ എച്ച് എന്താണ്? √169, അത് 13 ആണ്. സോ എച്ച് എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി R കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. Therefore, incircle radius, അന്തർവൃത്ത ആരം കാണാനുള്ള ഫോർമുലയുണ്ട്. R is equal to a+b - h/2. a എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് 12 പ്ലസ് b എന്ന് പറഞ്ഞാൽ ബേസ് 5 മൈനസ് ഹൈപ്പോട്ടന്യൂസ് 13/2. 12ഉം 5ഉം കൂട്ടിയാൽ 17. 17ൽ നിന്ന് 13 കുറച്ചാൽ 4. 4/2 എന്ന് വരുമ്പോൾ നമുക്ക് 2 സെന്റിമീറ്റർ ഇൻസർക്കിൾ റേഡിയസ് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 5 പേജ് നമ്പർ 185. Prove that if the hypotenuse of a right triangle is h and the radius of its incircle is r, then its area is r into h plus r. ഒരു മട്ടത്രികോണത്തിന്റെ കർണം എച്ചും അന്തർവൃത്തത്തിന്റെ ആരം ആറുമാണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് r into h plus r ആണെന്ന് തെളിയിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന് ഒരു ഇൻസർക്കിൾ ഉണ്ട്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ എ എന്നെടുക്കും, ബേസ് ബി എന്നെടുക്കും, ഹൈപ്പോട്ടന്യൂസ് എച്ച് എന്ന് എടുക്കും. ഇതിന്റെ ഇൻസർക്കിൾ റേഡിയസ് ആർ എന്നും എടുക്കും. നമുക്ക് കാണേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻസർക്കിൾ റേഡിയസും ഹൈപ്പോട്ടന്യൂസും ഉപയോഗിച്ച് r into h plus r എന്നതാണെന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻസർക്കിൾ റേഡിയസ് ഹൈപ്പോട്ടന്യൂസിന്റെ കേസിലല്ല എങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫോർമുല r is equal to a/s എന്നാണ്. ആണല്ലോ. ഇവിടെ a എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എയിന് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ എസ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കണം. സോ നമുക്ക് ആർ എസ് എന്ന് പറയുന്നതാണ് എ. അതായത്
ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇൻസർക്കിൾ റേഡിയസിനെ ഹാഫ് ഓഫ് പെരിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ റേഡിയസ് നമുക്കറിയാം, ലംബവശങ്ങൾ കൂട്ടി ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് കുറച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. a+b - h/2 ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് പെരിമീറ്റർ. പെരിമീറ്റർ എന്താ? ഈ 3 വശങ്ങളും കൂട്ടിയാൽ a+b + h/2. അപ്പൊ നമുക്കിവിടെ a+b - h/2 ഉണ്ട്, a+b + h/2 ഉണ്ട്. ഓക്കെ, നമുക്ക് ഏരിയ r × h+r എന്നാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, r × h+r ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ a എഴുതിയപ്പോൾ a+b - h/2 × a+b + h/2 എന്നാണ് കിട്ടിയത്. നമുക്ക് a+bയുടെ ആവശ്യമില്ല, ഫോർമുലയിൽ a+b ഇല്ല, r h മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എഴുതിയതിൽ h ഉണ്ട്, r ഇല്ല. അപ്പൊ ആറും a+bയും h എല്ലാം കണക്ട് ചെയ്ത് നമുക്കുള്ള റിസൾട്ട് എന്ന് പറയുന്നത് r എന്ന് പറയുന്നത്, ബട്ട് r = a+b - h/2 ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് a+b കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമ്മൾ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. സോ 2r = a+b - h കിട്ടും. a+bനെ എങ്ങനെ എഴുതാം? a+b or a+b - h = 2r. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ a+b എന്താണ്? h റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 2r + h ആണ്. a+bക്ക് പകരം നമുക്ക് എന്തെഴുതാം? 2r + h എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. 1 ഒന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. a = a+b - h/2 ഒരുമിച്ച് നമുക്ക് 6 എന്ന് തന്നെ എടുക്കാം, ബിക്കോസ് നമുക്ക് 6 ആവശ്യമാണ്. ഇൻറ്റു a+bനെ പകരം 2r + h എന്ന് എഴുതാം, പ്ലസ് h/2. ദാറ്റ്സ് ഈക്വൽ ടു r × 2r + h കൂട്ടിയാൽ 2h/2 ഈക്വൽ ടു r × ഇവിടെ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ബ്രാക്കറ്റിൽ r + h വരും /2. സോ 2 × 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടി r × r + h ആണ് ഏരിയ. ഓക്കെ, വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രൂഫ് തന്നെയാണിത്. നമുക്ക് എപ്പോഴും അത് ഏരിയ കാണണമെങ്കിൽ ഈ റിസൾട്ടിൽ തുടങ്ങാം. r = a/s. അങ്ങനെ വരുമ്പോൾ a എന്ന് പറയുന്നത് rs ആണ്. ഇവിടെ r പകരം ഇത് എഴുതണമെന്നില്ല, r തന്നെ നമുക്ക് നിലനിർത്തേണ്ടതാണ്. സോ r × a+b + h/2 ആണ് s. അവിടെ a+bക്ക് പകരം നമുക്ക് 2r + h എന്ന് കൊടുക്കാം, ബിക്കോസ് r എന്ന് പറഞ്ഞാൽ a+b - h/2 ആണ്. അങ്ങനെയാകുമ്പോൾ a+b 2r + h ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏരിയ നമുക്ക് കിട്ടും r × r + h എന്ന്. സോ റൈറ്റ് ട്രയാങ്കിളും ഇൻസർക്കിളും ഒക്കെ പറയുമ്പോൾ ഈ റിസൾട്ടും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് r × h+r ആണ്. വേർ r എന്ന് പറയുന്നത് ഇൻസർക്കിൾ റേഡിയസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. h എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ½ എന്ന ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ റേഡിയസും ഹൈപ്പോട്ടന്യൂസും അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുലയും കൂടെ ഓർത്ത് വെക്കാം. r × h+r. മട്ടത്രികോണത്തിന്റെ പരപ്പളവ് സമം r × h+r ആണ്. r അന്തർവൃത്താരവും h കർണവും. അതുപോലെ തന്നെ മട്ടത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം കാണാൻ നമുക്ക് 3 സൈഡ് അറിഞ്ഞാൽ കാണുന്ന ഫോർമുലയാണ് a+b - h/2. Encircle radius is equal to sum of perpendicular sides minus hypotenuse divided by 2. So ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. SSLC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. SSLC ക്വസ്റ്റ്യൻ: ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ is 60 square centimeter and its in radius is 3 centimeter. Find the perimeter of the triangle. B. The length of the hypotenuse of the triangle. ഒരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് 60 ചതുരശ്ര സെന്റിമീറ്ററും അന്തർവൃത്താരം 3 സെന്റിമീറ്ററുമായാൽ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം
എത്ര. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഏരിയ തന്നിരിക്കുന്നത് 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് മട്ടത്രികോണത്തിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. സോ അത് ഇൻസർക്കിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ഓർക്കേണ്ട ഫോർമുല R × H+R എന്ന് പറയുന്നതാണ് 60. ഇവിടെ R എന്ന് പറയുന്നത് ഇൻസർക്കിൾ റേഡിയസ് ആണ്, ഇൻ റേഡിയസ് ആണ്, അന്തർവൃത്ത ആരമാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. സോ 3 × H+3 എന്ന് പറയുന്നത് 60 ആണ്. സോ H+3 എന്ന് പറഞ്ഞാൽ 60/3 ആണ്. 3നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ദ 3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. സോ H+3 എന്ന് പറഞ്ഞാൽ 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. സോ H എന്ന് പറഞ്ഞാൽ 20 - 3 17 എന്ന് കിട്ടും. സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് കിട്ടി. H = 17 സെന്റിമീറ്റർ. നമുക്കിവിടെ കാണേണ്ടത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. പെരിമീറ്റർ വരുന്ന സമയത്ത് നമുക്ക് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ A+B+H ആണ്. പക്ഷെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താണെന്ന് ഇവിടെ അറിയില്ല. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് R = A/S. ഓക്കെ, 3 സൈഡും അറിയാമെങ്കിൽ മാത്രമാണ് നമുക്കത് കൂട്ടി പെരിമീറ്റർ എഴുതാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് പെരിമീറ്റർ കാണാൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ് ഇത്. R എന്ന് പറഞ്ഞ ഇൻസർക്കിൾ റേഡിയസ് ആണ്, അത് 3 ആണ്. A എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട് 60 എന്ന്. S എന്ന് നമ്മൾ എഴുതുന്നു. ഇനി S നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, 3 അങ്ങോട്ടേക്കും കൊണ്ടുവന്നു. സോ S = 60/3 വരും. S 60/3 20 ആണ്. S എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് പെരിമീറ്റർ. ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ് 20. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്താ? ഇവിടെ ഹാഫ് ഓഫ് പെരിമീറ്റർ 20 ആണെങ്കിൽ പെരിമീറ്റർ 20യുടെ ഡബിൾ. Therefore perimeter is equal to 40 സെന്റിമീറ്റർ. ഇതാണ് A പാർട്ടിന്റെ ആൻസർ. B പാർട്ട് ലെങ്ത് ഓഫ് ഹൈപ്പോട്ടന്യൂസ്, കർണത്തിന്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. B പാർട്ട്, ബിയുടെ ആൻസർ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് നമുക്ക് കിട്ടി 17 സെന്റിമീറ്റർ. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. The perpendicular sides of the right triangle are 9 cm and 12 cm. Find the perimeter of the triangle. Find the area of the triangle. Find the inradius of the triangle. നമുക്ക് ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ തന്നിട്ടുണ്ട്. 9 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും. എന്നാൽ അതിന്റെ ചുറ്റളവ് എത്ര, പരപ്പളവ് എത്ര, അന്തർവൃത്താരം എത്ര? അപ്പൊ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. നമുക്ക് തന്നിരിക്കുന്ന മെഷേഴ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, ലംബവശങ്ങളാണ്. അപ്പോൾ ഒന്ന് 12 സെന്റിമീറ്ററും മറ്റത് 9 സെന്റിമീറ്റർ. അതെങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കാണണമെങ്കിൽ എന്തായാലും ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് 2 സൈഡ് അറിഞ്ഞാൽ 3ാമത്തെ സൈഡ് കാണാൻ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കും. ബൈ പൈതഗോറസ് തിയറം base square plus altitude square is equal to hypotenuse square. Base 9 ആണ്. So 9 square plus altitude 12 ആണ്. 12 square is equal to hypotenuse h എന്നെടുക്കാം, h square. 9 square 81, 12 square 144, അതാണ് h square. 144ഉം 81ഉം കൂട്ടുമ്പോൾ നമുക്ക് 225 എന്ന് കിട്ടും. 225 ആണ് h square. h സ്ക്വയർ 225 ആണെങ്കിൽ h എന്താണ്? റൂട്ട് ഓഫ് 225. അങ്ങനെ നമുക്ക് 15 സെന്റിമീറ്റർ ആണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് കിട്ടും. സോ നമുക്ക് ആ ട്രയാങ്കിളിന്റെ 3 സൈഡും കിട്ടി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കാണാൻ ഈസിയാണ്, 3 സൈഡും കൂട്ടിയാൽ മതി. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 12 പ്ലസ് 9 പ്ലസ് 50. 12ഉം 9ഉം കൂട്ടിയാൽ 21, 21ഉം 15ഉം കൂടെ കൂട്ടിയാൽ 36 സെന്റിമീറ്റർ എന്ന് നമുക്ക് പെരിമീറ്റർ കിട്ടും. അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഫോർമുലകൾ ഉപയോഗിക്കാം.
ഒരു ഫോർമുല റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കേസിൽ ഒരു ഫോർമുല നമ്മൾ സാധാരണ ഫോർമുല ഹാഫ് ബി എച്ച്. രണ്ടാമത്തെ ഫോർമുല ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ഉയരമാണ്. ഇവിടെ എച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് മാറിപ്പോകരുത്. ഈ രണ്ട് ഫോർമുലകളിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഫോർമുല ഉപയോഗിക്കേണ്ടത്. ഈ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇൻസർക്കിൾ റേഡിയസും ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്തും അറിയണം. ഈ ക്വസ്റ്റിനകത്ത് ഇൻസർക്കിൾ റേഡിയസ് നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്ന ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് മാത്രമാണ്. സോ ഈ ക്വസ്റ്റിനകത്ത് ഈ ഫോർമുല ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ആദ്യത്തെ ഫോർമുലയോ ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് അറിയാം, ഹൈറ്റും അറിയാം. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ട് ആൻസർ ചെയ്യാൻ, ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്താണ്? 9 ആണ് ബേസ്. ഹൈറ്റ് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ് ഹൈറ്റ്. സോ 12. 9 ഇൻറ്റു 12. സോ ഹാഫ് ഓഫ് 12 നമുക്കറിയാം 6 ആണ്. സോ 6 ഇൻറ്റു 9 54 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സി, ഫൈൻഡ് ദ ഇൻറേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ ഇൻറേഡിയസ് കണ്ടുപിടിക്കാൻ പെർപെൻഡിക്കുലർ സൈഡ് അറിയാം, ഹൈപ്പോട്ടന്യൂസ് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് കണ്ടുപിടിക്കാൻ എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2 എന്ന ഫോർമുല ഉപയോഗിക്കാം. കാരണം നമുക്ക് എ എന്താണെന്നറിയാം, ബി എന്താണെന്നറിയാം, എച്ച് അറിയാം. എയും ബിയും പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. എ ഓൾട്ടിറ്റ്യൂഡ്, ബി ബേസ്, എച്ച് ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫോർമുലയാണ് ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, അത് നമ്മൾ കണ്ടുപിടിച്ചു. എസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് പെരിമീറ്റർ. പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹാഫ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ രണ്ട് ഫോർമുലയിൽ ഏത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഞാൻ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? 12 പ്ലസ് 9 മൈനസ് 15 ബൈ 2 എന്ന് കിട്ടും. സോ ആൻസർ എന്താ വരിക? 12 9 കൂട്ടി 21. 21 നിന്ന് 15 കുറച്ചാൽ 6. 6/2 3 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. അല്ല എങ്കിൽ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഓർ ആർ ഇസ് ഈക്വൽ ടു എ ഏരിയ. ഏരിയ 54 ആണ്. ഹാഫ് ഓഫ് പെരിമീറ്റർ. പെരിമീറ്റർ 36 ആണെങ്കിൽ അതിന്റെ പകുതി 18. 54നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് 3 കിട്ടും. സോ റേഡിയസ് ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താം. അടുത്ത SSLC ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ ABC is a right triangle. BP is equal to 3 centimeter. If the hypotenuse of the triangle is 15 centimeter, find the inradius of the circle, the perimeter of the triangle, the area of the triangle. ചിത്രത്തിൽ ABC ഒരു മട്ടത്രികോണമാണ്. BP 3 സെന്റിമീറ്റർ ആണ്. കർണം 15 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ അന്തർവൃത്തം ആരം എത്ര, ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര, പരപ്പളവ് എത്ര? ഇവിടെ നമുക്ക് തന്ന മെഷർ ഒന്ന് എഴുതി വെക്കാം. BP നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണേണ്ടത് ഇൻ സർക്കിൾ റേഡിയസ് ആണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ആ വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജന്റിന്റെ ലെങ്ത് ആണ് ഇൻ സർക്കിൾ റേഡിയസ്. നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ നമുക്ക് കിട്ടും. സോ ഇത് 3 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഇൻ സർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാൻ ഫോർമുലയിലേക്ക് ഒന്നും പോകരുത്. നമുക്ക് ടാൻജന്റിന്റെ ലെങ്ത് 90 ഡിഗ്രി ഫോം ചെയ്യുന്ന വെർട്ടെക്സിലെ ടാൻജന്റൽ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇൻ സർക്കിൾ റേഡിയസ്. ഇതൊക്കെ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. സോ ഒന്നാമത്തതിന്റെ ആൻസർ ഇൻ സർക്കിൾ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് കാണേണ്ടത് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. ത്രികോണത്തിന്റെ ചുറ്റളവ്. അപ്പൊ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് 3, ഇതും 3. ഓക്കെ, നമുക്ക് ഇതെല്ലാ സൈഡും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ചുറ്റളവ് കിട്ടുന്നത്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മൊത്തത്തിൽ കൂട്ടി എഴുതാം. സോ നമ്മൾ ആദ്യം എ ബിയുടെ ലെങ്ത് എന്താ വരിക? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു
ട്രയാങ്കിളിന്റെ 3 സൈഡും കൂട്ടണം. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ് പെരിമീറ്റർ. എ ബി വൈ പ്ലസ് 3, ഇത് 3 ആണെങ്കിൽ ഇത് 3 തന്നെയാണ്. സോ വൈ പ്ലസ് 3 പ്ലസ് ബി സി എന്ന് പറയുന്നത് 3 പ്ലസ് എക്സ്. ഓക്കെ, പ്ലസ് എ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പൊ നമുക്ക് 3 3 കൂട്ടിയാൽ 6 പ്ലസ് 2 വൈകളുണ്ട്, 2 വൈ കൂട്ടിയാൽ 2y പ്ലസ് 2 എക്സുകളുണ്ട്, 2 എക്സ് കൂട്ടിയാൽ 2x. അപ്പോൾ 6 പ്ലസ് ഈ 2 ടേമിൽ നിന്നും 2 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ y പ്ലസ് എക്സ് വരും. ഇനി എന്താണ് y പ്ലസ് എക്സ്? ചിത്രത്തിലേക്ക് നോക്കാം. വൈയും എക്സും കൂടെ കൂട്ടുന്നതാണ് ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്. അത് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ എന്ന്. അപ്പൊ ഈ y പ്ലസ് എക്സിന് പകരം 15 എഴുതിയാൽ മതി. സോ 6 പ്ലസ് 2 ഇൻറ്റു 15. സോ 6 പ്ലസ് 2 ഇൻറ്റു 15, 2നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. സോ 6 പ്ലസ് 30, 36 സെന്റിമീറ്റർ നമുക്ക് പെരിമീറ്റർ കിട്ടും. മനസ്സിലായല്ലോ? അടുത്തത് കാണേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടന്യൂസ് അറിയാം, റേഡിയസ് അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഹാഫ് ബി എച്ചിലേക്കൊന്നും പോകണ്ട. കാരണം y എന്താന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. സോ അവിടെ നമ്മൾ ആ ഒരു ഫോർമുലയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ബേസ് അറിയണം. ബേസിൽ എക്സ് എന്താന്ന് നമുക്കറിയാം. നമുക്ക് ആകെ അറിയുന്ന എക്സും വൈയും കൂട്ടിയാൽ 15 എന്നാണ്. എക്സ് എത്രയാണ് വൈ എത്രയാണെന്ന് അറിയില്ല. സോ ആ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല രണ്ടാമത്തെ ഫോർമുലയാണ് ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ. സോ റേഡിയസ് എത്രയാണ്? ഇൻസർക്കിൾ റേഡിയസ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ പാർട്ടിൽ കണ്ടുപിടിച്ചു. എച്ച് ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് തന്നിരുന്നു 15 ആണെന്ന്, പ്ലസ് ആർ 3. സോ 3 ഇൻറ്റു 15 3 കൂട്ടിയാൽ 18, 3 ഇൻറ്റു 18 54 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് പരപ്പളവ് അഥവാ ഏരിയ കിട്ടും. ഇൻ സർക്കിൾ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്തം. ഇവിടെ നിങ്ങൾക്കൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കാണാം, സമഭുജ ത്രികോണം കാണാം, അതിന്റെ ഇൻ സർക്കിളും കാണാം. നമ്മൾ ഇൻ സർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാൻ പല ട്രയാങ്കിൾസിനും ഫോർമുലകൾ മാറി മാറി പഠിച്ചിരുന്നു. ഏതൊരു ട്രയാങ്കിളിന്റെയും ഇൻ സർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് എ ബൈ എസ്. ഇത് ഏത് ട്രയാങ്കിളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുലയാണ്. എന്നാൽ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ചില സമയം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുലയുണ്ട്. റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുലയാണ് എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് കുറച്ച് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എന്താണോ അത് തന്നെയാണ് ഇൻസർക്കിൾ റേഡിയസ്. അതേപോലെ തന്നെ 90 ഡിഗ്രി വേർട്ടെക്സ്, 90 ഡിഗ്രി വേർട്ടെക്സിൽ നിന്ന് ഉള്ള ടാൻജന്റ് ലെങ്ത്തും ഇൻസർക്കിൾ റേഡിയസ് തന്നെയായിരിക്കും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ റേഡിയസിന് കോമൺ ആയിട്ടുള്ള ഫോർമുല അല്ലാതെ വേറെ എന്തെങ്കിലും ഫോർമുല ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന് എ എന്ന് എടുക്കുന്നു. സോ 3 സൈഡും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ഇനി ഇൻസർക്കിൾ റേഡിയസിന് നമ്മൾ ആർ എന്ന് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻസർക്കിൾ റേഡിയസ് സാധാരണ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? എ ബൈ എസ്. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. ഒരു സൈഡ് എത്രയാണ്? എ ആണ്. സോ എ സ്ക്വയർ. അതേപോലെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ്. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? എ പ്ലസ് എ പ്ലസ് എ. 3a കൂട്ടിയാൽ 3a. അതിന്റെ പകുതിയാണ് എസ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു കോമ്പൗണ്ട് ഫ്രാക്ഷൻ ബേസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്താണെന്ന്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ന്യൂമറേറ്റർ, അപ്പൊ ഞാൻ ഇതിന് മുകളിലുള്ളതിന് ഒന്നും കൂടെ മാറ്റി എഴുതാണ്. √3/4 ഇൻറ്റു എ സ്ക്വയറിനെ √3a² എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ 3a/2.
അപ്പൊ കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഒരു ഫ്രാക്ഷൻ, ഡിനോമിനേറ്ററിലും ഒരു ഫ്രാക്ഷൻ. അപ്പൊ അതിന്റെ രണ്ടിന്റെ ന്യൂമറേറ്ററുകൾ മാത്രം നോക്കുക. അതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എ സ്ക്വയർ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പൊ 2a മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എ സ്ക്വയർ. ഇവിടെ ഒരു എ ആണ്. അപ്പൊ നമ്മൾ ഒരു എനെ വെട്ടിക്കളയും. അപ്പൊ എ സ്ക്വയറിൽ സ്ക്വയർ പോയി എ മാത്രം. അതേപോലെ റൂട്ട് 3 3 എന്ന് പറയുന്ന 2 റൂട്ട് 3 തമ്മിൽ ഗുണിച്ചാലാണ് 3 കിട്ടുക. അപ്പൊ ഇവിടെ നിന്ന് റൂട്ട് 3നെ റൂട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 1 ആയി. 3നെ റൂട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? റൂട്ട് 3. 3നെ റൂട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എഴുതാം, ബൈ റൂട്ട് 3. അത് രണ്ടും മുകളിൽ നിന്നും താഴെ നിന്ന് ഓരോ റൂട്ട് 3 വെട്ടിപ്പോയാൽ ബാക്കി റൂട്ട് 3 മാത്രം. ഇനി ഡിനോമിനേറ്റർ നോക്കാം. ഇവിടെ 4, ഇവിടെ 2. രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 2ന്റെ ഗുണിതങ്ങളാണ്. സോ 2 നമ്പറുകളെയും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അപ്പൊ നമുക്ക് മുകളിൽ ബാക്കി എന്താ ഉള്ളത്? ഏറ്റവും മുകളിൽ റൂട്ട് 3 വെട്ടിക്കളഞ്ഞു. എ സ്ക്വയറിന്റെ സ്ക്വയർ വെട്ടി, ബാക്കി എ ബൈ ഇവിടെ താഴെ 2 ബൈ ഇവിടെ റൂട്ട് 3 ബൈ 1 കൂട്ടേണ്ട ആവശ്യമില്ല. റൂട്ട് 3 ബൈ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബൈ 2 ബൈ റൂട്ട് 3 കോമ്പൗണ്ട് ഫ്രാക്ഷൻ തന്നെ, പക്ഷെ ന്യൂമറേറ്ററിൽ മാത്രമാണ് ഫ്രാക്ഷൻ വരുന്നത്. അങ്ങനത്തെ കേസിൽ ഈ ഡിനോമിനേറ്റർ താഴത്തേക്ക് ഇറക്കി എഴുതണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ബൈ 2 റൂട്ട് 3. അപ്പോൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നാൽ അതിന്റെ ഇൻസർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഫോർമുലയ്ക്ക് പുറമെ വേറൊരു ഫോർമുലയും കൂടെ റൈറ്റ് ട്രയാങ്കിളിൽ പഠിച്ചതുപോലെ പഠിക്കാം. R is equal to a by 2 root 3. ഇത് ഓർക്കാൻ പറ്റാത്തവര് ഇത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഫോർമുലയിൽ നിന്ന്, അപ്പൊ നിങ്ങൾ ഈ ഫോർമുല ഓർക്കണം, ഇതോർക്കണം, ഇതിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ളതൊക്കെ ഓർക്കേണ്ടി വരും. കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതങ്ങ് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഇപ്പൊ ഒരു സൈഡ് തരുന്നു 6 സെന്റിമീറ്റർ എന്ന് തരുന്നു. ഇതിന്റെ ഇൻസർക്കിൾ റേഡിയസ് കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുല ഓർത്താൽ പെട്ടെന്ന് എഴുതാം. a by 2 root 3. R is equal to a ആണ് ഒരു സൈഡ്, 6 by 2 root 3. 6 by 2 എന്താ? 3. അപ്പൊ നമുക്ക് R is equal to 3 by root 3 വരും. 3 by root 3നെ 3നെ നമുക്ക് root 3 into root 3 എന്ന് എഴുതാം, by root 3 വരും. അപ്പൊ അതും വെട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? root 3 എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ ആ ഒരു റിസൾട്ടും കൂടെ നമുക്ക് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. Encircle radius of equilateral triangle R is equal to a by 2 root 3. ഇവിടെ a എന്ന് പറയുന്നത് സൈഡ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്തം R സമം a by 2 root 3. a ഡിവൈഡഡ് ബൈ 2 റൂട്ട് 3 ആണ്. a എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഒരു വശമാണ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 6 പേജ് നമ്പർ 185. Prove that the radius of the incircle of an equilateral triangle is half the radius of its circumcircle. ഒരു സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം അതിന്റെ പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. നമുക്കൊരു ചിത്രം പരിഗണിക്കാം. നമുക്കിവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഈ ഗ്രീൻ കളർ ഉള്ളത് അതിന്റെ ഇൻസർക്കിൾ അന്തർവൃത്തം, ഈ റെഡ് കളർ ഉള്ളത് അതിന്റെ സർക്കിൾ പരിവൃത്തം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻസർക്കിൾ റേഡിയസിന്റെ ഇരട്ടിയാണ് സർക്കിളിന്റെ റേഡിയസ് എന്ന് പ്രൂവ് ചെയ്യണം. അല്ല എങ്കിൽ സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയാണ് ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയാണ് അന്തർവൃത്തത്തിന്റെ ആരം എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്മോൾ ലെറ്റർ r റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എന്ന് എടുക്കാം. അന്തർവൃത്ത ആരം. പരിവൃത്ത ആരത്തിന് നമുക്ക് ക്യാപിറ്റൽ R ഉപയോഗിക്കാം. ക്യാപിറ്റൽ R ഈസ് റേഡിയസ് ഓഫ് സർക്കിൾ, പരിവൃത്ത ആരം. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന് നമുക്ക് a എന്നെടുക്കാം. എ സൈഡ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം. ചിത്രത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഒരു വശത്തിന്റെ നീളം a. അപ്പൊ ഇതും
ഈ 3 വശം എ തന്നെയാണ്. സെന്ററിൽ നിന്ന്, ഇൻസർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് ഇൻസർക്കിൾ റേഡിയസ്, അത് r. വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ വേർട്ടെക്സിന്റെ, ത്രികോണത്തിന്റെ വേർട്ടെക്സിന്റെ ഏതെങ്കിലും ഒരു വേർട്ടെക്സിലേക്കുള്ള ലെങ്ത് ആണ് പരിവൃത്താരം ക്യാപിറ്റൽ R. അപ്പൊ നമുക്ക് ഇൻസർക്കിൾ റേഡിയസ് അറിയാം എന്താണെന്ന്. R is equal to, നമ്മൾ ഇപ്പോൾ പഠിച്ചു, എന്താണ് പഠിച്ചത്? a/2√3 എന്ന്. ഇൻസർക്കിൾ റേഡിയസ് R എന്ന് പറഞ്ഞാൽ a/2√3 ആണ്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി നമുക്ക് ക്യാപിറ്റൽ R കണ്ടുപിടിക്കണം. നമുക്കിവിടെ കാണാം, ഈ വലിയ സർക്കിളിന്റെ ഒരു കോഡാണ്, ഒരു ഞാണാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കിളിന്റെ സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലംബം കോഡിനെ സമഭാഗം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈസെക്ട്സ് ദ കോഡ്. സോ ഇത്രയും എന്തായിരിക്കും? ഇത് ടോട്ടൽ എ ആണെങ്കിൽ ഇത് എയുടെ പകുതിയാണ്, a/2 ആണ്. ഇത് 90 ഡിഗ്രിയാണ്, കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. അങ്ങനെയാകുമ്പോൾ ഇത് മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു റിസൾട്ട് എഴുതാം. കാരണം ഇത് മൂന്നും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 വശങ്ങളാണ്. സോ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ O എന്ന് ഇതിന് കൊടുക്കാം, ഈ പോയിന്റിന് A എന്ന് കൊടുക്കാം, ഈ പോയിന്റിന് ഞാൻ B എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഇൻ ദ പിക്ചർ ഓർ ഇൻ ദ ഫിഗർ, triangle OBA is a right triangle. So നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നു. Therefore by Pythagoras theorem, base square, base എന്താണ്? a/2 ആണ്. ഓക്കെ, a/2 സ്ക്വയർ പ്ലസ് altitude, അത് r ആണ്. r സ്ക്വയർ is equal to hypotenuse, അത് ക്യാപിറ്റൽ R ആണ്, ക്യാപിറ്റൽ R സ്ക്വയർ. അപ്പോൾ a/2 സ്ക്വയർ പ്ലസ് r പകരം നമുക്ക് എന്തെഴുതാം? a/2√3 എഴുതാം. സോ a/2√3 സ്ക്വയർ is equal to r സ്ക്വയർ. a/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ എക്കും 2നും ബാധകമാണ്. അപ്പൊ എന്റെ സ്ക്വയർ a സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4 പ്ലസ് ഇവിടെ എന്റെ സ്ക്വയർ a സ്ക്വയർ ബൈ താഴെ 2ന്റെ സ്ക്വയറും കാണും, √3ന്റെ സ്ക്വയറും കാണും. 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു, ഇത് ഇൻറ്റു ആണ്, √3ന്റെ സ്ക്വയർ, √3 സ്ക്വയർ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു r സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് a സ്ക്വയർ ബൈ 4 പ്ലസ് a സ്ക്വയർ ബൈ 12. 4 ഇൻറ്റു 3 12 ആണ്, അതാണ് r സ്ക്വയർ. നമുക്ക് r ആണ് കണ്ടുപിടിക്കേണ്ടത്, എന്നാലാണ് ഈ r-ഉം ഈ r കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി, ഇത് രണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ഡിനോമിനേറ്റർ സെയിം അല്ല, ഇവിടെ 12ഉം ഇവിടെ 4ഉം ആണ്. അപ്പൊ അത് രണ്ടിനെ തുല്യമാക്കണം. നമുക്ക് എന്തായാലും 12നെ 4 ആക്കാൻ കഴിയില്ല, പക്ഷെ 4നെ 12 ആക്കാൻ കഴിയും. 4നെ 12 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ 4നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ, അതിന്റെ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ. a സ്ക്വയറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3a സ്ക്വയർ ആവും. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ആവും. പ്ലസ് ഇവിടെ നമുക്ക് ഒരു മാറ്റവും വരുത്തണ്ട, കാരണം നമുക്ക് വേണ്ട ഡിനോമിനേറ്റർ തന്നെയാണ് അവിടെയുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു r സ്ക്വയർ. ഇനി നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടാം, അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതാം. 3a സ്ക്വയർ പ്ലസ് a സ്ക്വയർ എത്രയാണ്? 4a സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. അപ്പൊ നമുക്ക് 4ഉം 12 മുകളിലും താഴെ രണ്ടും 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയി, അപ്പൊ അത് വെട്ടിപ്പോയി. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും, r സ്ക്വയർ. നമുക്കിപ്പോ കിട്ടിയത് ക്യാപിറ്റൽ R സ്ക്വയർ, അതായത് നമ്മുടെ പരിവൃത്ത ആരം, സർക്കും റേഡിയസ്, r സ്ക്വയർ a സ്ക്വയർ ബൈ 3 ആണ്. ഓക്കെ, ഈ റിസൾട്ട് നിങ്ങൾക്ക് ഓർത്ത് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. സർക്കും റേഡിയസ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a സ്ക്വയർ ബൈ 3, അതായത് a/√3 ആണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് r കണ്ടുപിടിക്കാം. r എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a സ്ക്വയർ ബൈ 3 ആണ്. a സ്ക്വയറിന്റെ റൂട്ട് a
3ന്റെ റൂട്ട് √3. അപ്പൊ ക്യാപിറ്റൽ ആർ എന്ത് കിട്ടും? a/√3 എന്ന് കിട്ടും 2. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യേണ്ട സ്മോൾ ആറും ക്യാപിറ്റൽ ആറും ആണ്. നമുക്ക് എന്താ ഉള്ളത്? സ്മോൾ ആർ എന്ന് പറയുന്നത് a/2√3 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ r is equal to ഈ a/√3ക്ക് പകരം നമുക്ക് എന്തെഴുതാം? ക്യാപിറ്റൽ ആർ എഴുതാം. സോ r ബൈ ഇവിടെ താഴെ 2. മനസ്സിലായോ? r is equal to a/2√3 എന്നുള്ളതില് a/√3ക്ക് പകരം നമ്മൾ r എഴുതുന്നു. സോ r/2. അപ്പൊ നമുക്ക് എന്തെഴുതാം? encircle radius is equal to half of circumcircle radius or half of circumradius. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഒരു സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതി ആണ്. ഈ പ്രോബ്ലത്തോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട 4 കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ആ 4 കൺസ്ട്രക്ഷൻ ഫോൾഡറിൽ നോക്കിയിട്ട് പഠിക്കണം. 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ നിന്ന് പ്രൂഫിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഫോർമുലകളെല്ലാം കറക്റ്റ് എഴുതി വെക്കുക. അതൊരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇൻസർക്കിളിന്റെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം ഫോർമുലകളുണ്ട്. റൈറ്റ് ട്രയാങ്കിളിന് ഒരു ഫോർമുല, ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഫോർമുല, ഇങ്ങനെ ഫോർമുലകൾ ഓർത്ത് വെച്ചാൽ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താവുന്നതാണ്.